നമ്മളിപ്പോ തണൽ AC ഫീൽഡ് വർക്കിന് വന്നേക്കുവാണല്ലോ. ഇവിടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. ഗവൺമെന്റ് ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ അവകാശങ്ങളാണ് നൽകുന്നത് എന്നും നിയമസുരക്ഷിതത്വം എന്തൊക്കെയാണ് നൽകുന്നതെന്നും നമുക്കൊന്ന് നോക്കിയാലോ. സർക്കാർ ഇവർക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങളെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഒരുപോലെ പഠിക്കാനുള്ള അവകാശം നൽകേണ്ട ഉത്തരവാദിത്തം സാധാരണ സ്കൂളുകൾക്കുമുണ്ട്. എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസത്തിനായി അധ്യാപകർക്ക് പ്രത്യേകമായ പരിശീലനം നൽകുക. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ സമത്വത്തിനും സമൂഹമായി ജീവിക്കാനും സമൂഹത്തിൽ ആദരിക്കപ്പെടാനും സമഗ്രമായ ഒരു ജീവിതത്തിനും ഓരോ ഭിന്നശേഷിക്കാരനും അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ചൂഷണം, അക്രമം, ദുരുപയോഗം എന്നിവയിൽ നിന്ന് ഓരോ ഭിന്നശേഷിക്കാരനും സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഉറപ്പുവരുത്തണം. ഭിന്നശേഷിക്കാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലി സ്ഥലങ്ങളിലും അവർക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നേരിടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. ജോലി സ്ഥലത്ത് പ്രത്യേക പരിഗണനയും അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള അവസരവും ഗവൺമെന്റ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാനുള്ള അവകാശവും ഉണ്ട്. ഇതുമാത്രമല്ല, അവർക്ക് മറ്റു പല അവകാശങ്ങളുമുണ്ട്. ഈ അവകാശങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.